അഭിനയിക്കാനൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അല്ല സീരിയസ്ലി ഭയങ്കര സിനിമ അഭിനയ മോഹമൊക്കെ ആയിട്ട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പം കല്യാണം കഴിക്കുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ കല്യാണം ഇപ്പം 9 വർഷമാകുന്നു. അപ്പോൾ ആ സമയങ്ങളിലും ഒക്കെ അഭിനയം ഞാനുള്ളു പറയുന്നത് ഞാൻ ആക്ടർ ആവും എന്നാണ് ഉള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും സംവിധാനമോ എഴുത്തോ ഒന്നും ഞങ്ങളുടെ ഒന്നും വഴികളിൽ പോലും ഇല്ല. അപ്പം അങ്ങനെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല. ലൈഫ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കല്യാണം കഴിക്കുന്ന സമയത്ത്. ഇവള് ക്യാരിയിങ് ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ജോലി റിസൈൻ ചെയ്യുകയെന്ന്. അപ്പം ഞാനോട് പറഞ്ഞ് ഞാനേ ഇങ്ങനെ ഒരു ലൈഫിലൊരു ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര മെക്കാനിക്കൽ ഭയങ്കര നമ്മളിനി ഈ എൻ്റെ ഡ്രീം സിനിമയിലെത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിൽ ഇവള് പുച്ഛിക്കും, കൊള്ളില്ല അഭിനയിക്കാൻ, ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, ഭയങ്കര ഡ്രാമയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പതിയെ ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഞാൻ പതിയെ, കാരണം നമ്മൾ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ നാടകം മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ തലയിൽ കയറിയിട്ട് ഞാൻ അടുത്ത മോഹൻലാൽ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പക്ഷെ അത് പതിയെ പൊളിഞ്ഞു തുടങ്ങി. പക്ഷെ എനിക്ക് സിനിമയിലെത്തണം, സിനിമയിൽ എങ്ങനെയെങ്കിലൊക്കെ ഭാഗമാകണം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ഒരു വാശി അല്ലെങ്കിൽ ഡ്രീം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ എനിക്ക് എങ്ങനെ സിനിമയിൽ എത്താൻ പറ്റും.